Good morning, everyone. Welcome to the Hindu News Analysis. ഫസ്റ്റ് നമുക്ക് ഹൈലൈറ്റ്സ് നോക്കിയപ്പോൾ അയച്ചത് നോ മണി ലെഫ്റ്റ് ഇൻ മൻരേഗ ഓഫീസ് 21 സ്റ്റേറ്റ് ഇൻ ദി റെഡ്. അപ്പോൾ മൻരേഗയെ കുറിച്ച് നമ്മൾ നോക്കണം. സൂയിസൈഡ് എമോങ് ഫാം വർക്കേഴ്സ് റോസ് 18% ഇൻ 2020. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. പിന്നെ അടുത്തത് ഗ്രീൻ ക്രാക്കേഴ്സിനെ കുറിച്ചും സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ചും നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ടോപ്പ് ഒഫീഷ്യൽ ലയബിൾ ഫോർ സെയിൽ ഓഫ് ടോക്സിക് ക്രാക്കേഴ്സ് സുപ്രീം കോർട്ട്. അടുത്ത നമ്മൾ വരുവാണെങ്കിൽ ഒരു 8ാമത്തെ പേജിലേക്ക് പോകും. നമ്മൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ഉള്ള 8ാമത്തെ പേജിലാണ് ഉള്ളത്. 8ാമത്തെ പേജിൽ UIDAI സീക്സ് ഇൻഡെമിനിറ്റി ഫ്രം ഡാറ്റ ബിൽ. അപ്പോൾ ഡാറ്റ ബിൽ എന്താ, ഏത് കമ്മിറ്റിയാണ് വന്നേക്കുന്നത്, ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് എന്താ, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ നോക്കണം. അടുത്ത 9ാം പേജിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ റിലേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും മോഡി ഹോൾഡ്സ് ടോക്സ് വിത്ത് ടോപ്പ് EU ലീഡേഴ്സ്. അപ്പം EU ആയിട്ടുള്ള ബയലേറ്ററൽ ട്രേഡും ഇൻവെസ്റ്റ്മെന്റും ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുമ്പോൾ ഡോക്യുമെന്റ് വിത്ത് NPR ഫോം റിമൂവ് ഫ്രം സെൻസസ് സൈറ്റ്. അപ്പൊ NPR എന്താ, ഈ പ്രാവശ്യത്തെ സെൻസസ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് നോക്കണം. അടുത്തത് 11ാമത്തെ പേജിലേക്ക് വരുവാണെങ്കിൽ അതും ഇന്റർനാഷണൽ റിലേഷൻസ് ആയിട്ട് ബന്ധപ്പെടും. US ടു ഡീപ്പൻ റിലേഷൻ വിത്ത് തായ്വാൻ. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ന്യൂസിലേക്ക് പോകാം. ഫസ്റ്റത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നോ മണി ലെഫ്റ്റ് ഇൻ മൻരേഗ കോഫർ 21 സ്റ്റേറ്റ് ഇൻ ദി റെഡ്. നോ മണി ലെഫ്റ്റ് ഇൻ മൻരേഗ കോഫർ. അപ്പൊ അത് തന്നെ മൻരേഗ എന്താന്ന് അറിഞ്ഞിരിക്കണം. മൻരേഗ എന്ന് വെച്ചാൽ അതും 2005 മൻരേഗ ആക്ട് പാസ്സായത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 പാസ്സായതിന്റെ കീഴിലാണ് മൻരേഗ വന്നിരിക്കുന്നത്. മൻരേഗ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് 100 ദിവസത്തെ ജോലി ഉറപ്പായും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കൊടുക്കുന്ന ഒരു സ്കീമാണ് മൻരേഗ. എന്തൊക്കെ ജോലിയാണോ, അതായത് ഗ്രാമത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ പണിയോ അല്ലെങ്കിൽ ബാക്കി എന്ത് പണിയും മൻരേഗ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അത് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നത് ഗ്രാമസഭയാണ്. ഈ മൻരേഗ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് SDG 1 നോ പോവർട്ടി, 2 സീറോ ഹങ്കർ, 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, 4 എഡ്യൂക്കേഷൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, 5 ജെൻഡർ ഈക്വാലിറ്റി, 8 decent work and economic growth, 9 industrial innovation and infrastructure, 10 reduce inequalities. അപ്പം നമ്മുടെ SDG ഗോൾസിന് വളരെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മൻരേഗ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഡ്രൈവൻ സ്കീമാണ്. അതായത് അൺസ്കിൽഡ് ആയിട്ട് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുന്നു. അപ്പം അങ്ങനെ ചെന്ന് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് അവർക്ക് 100 ദിവസത്തെ ജോലി കൊടുക്കും. അതാണ് മൻരേഗയുടെ കീഴിലുള്ളത്. പക്ഷെ ഇപ്പൊ നിലവിൽ ഈ ആർട്ടിക്കിൾ അനുസരിച്ച് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ സ്കീമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ നെഗറ്റീവ് നെറ്റ് ബാലൻസ് ഓഫ് 8,686 crore. അതായത് അലോക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും നെഗറ്റീവ് ബാലൻസ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ബാലൻസ് വരുമ്പോൾ മൻരേഗ വർക്കേഴ്സിനുള്ള കോസ്റ്റ്, മൻരേഗ വർക്കേഴ്സിനുള്ള വേജ് കൊടുക്കല്, മറ്റല്ല പണിയാനുള്ള മെറ്റീരിയൽസ് കൊടുക്കല്, അപ്പൊ ഇതിന്റെ എല്ലാം ഫണ്ട് ഡിലേ ആവും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇതാണ് ആർട്ടിക്കിളിൽ കുറിച്ച് പറയുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് 2 കാര്യങ്ങളാണ് പറയുന്നത്. 2021-22 ബഡ്ജറ്റിൽ 73,000 crores ആണ് മൻരേഗയ്ക്ക് വേണ്ടി ഫിക്സ് ചെയ്തത്. അപ്പൊ ഇത്രയും കുറവ് വെച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ COVID-19 ക്രൈസിസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എല്ലാവരും വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് റൂറൽ ഏരിയസിൽ നിന്നുള്ളവർ, ഈ ഗ്രാമത്തിൽ നിന്നുള്ളവരെല്ലാം സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അടുത്ത പുതിയ ജോലികൾ നോക്കും. അപ്പൊ അതുകൊണ്ട് റൂറലിലെ മൻരേഗയ്ക്കുള്ള ഡിമാൻഡ് കുറയും. അപ്പൊ ഈ ഒരു ഉദ്ദേശം വെച്ചാണ് 73,000 crore വെച്ചത്. അതോടൊപ്പം 2ാമത്തെ അലിഗേഷൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റിനെ അലിഗേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്നു, അവർ ആർട്ടിഫിഷ്യലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ മൻരേഗ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രിവൻ സ്കീമാണ്. പക്ഷെ സ്റ്റേറ്റ് തന്നെ ഓരോ ഏജൻസിനോട് പറഞ്ഞിട്ട് എല്ലാവർക്കും സ്റ്റേറ്റ് ചെന്ന് ചോദിക്കുന്നു, അവർ തന്നെ ജോലി കൊടുക്കുന്നു. അപ്പം അതിന് സപ്ലൈ ലെഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പം ഇതൊരു സപ്ലൈ ലെഡ് സ്കീമല്ല, പകരം ഡിമാൻഡ് ഡ്രൈവ് സ്കീമാണ്. അപ്പൊ അതാണ് ഈ ആർട്ടിക്കിളിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത ജസ്റ്റ് നമ്മുടെ NCRB, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുതിയ റിപ്പോർട്ട് റിലീസ് ചെയ്തു. ആ റിപ്പോർട്ട് അനുസരിച്ച് the number of agriculture laborers who died by suicide in 2020 was 18% higher than the previous year. 2019-നെക്കാളും 2020 18% കൂടുതലാണ് സൂയിസൈഡ് ചെയ്തവരുടെ എണ്ണം.
അപ്പം ജസ്റ്റ് ഈ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് സൂയിസൈഡ്, ആരാണ് കൂടുതൽ സൂയിസൈഡ് ചെയ്തതെന്ന് നോക്കിയാൽ ലാൻഡ്ലെസ് അഗ്രികൾച്ചർ ലേബർ ആണ്. COVID-19 ഭാഗമായിട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ COVID-19 ആണെങ്കിൽ പോലും ബാക്കിയെല്ലാം താഴേക്ക് പോയപ്പോൾ, എക്കണോമിയിൽ താഴേക്ക് പോയപ്പോൾ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആണ് കൂടുതലും ഇംപ്രൂവ്മെന്റ് കാണിച്ചത്. എങ്കിലും ലാൻഡ്ലെസ് ലേബേഴ്സ് ആണ് ഇപ്പൊ റിപ്പോർട്ട് അനുസരിച്ച് അവരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ബജറ്ററി സപ്പോർട്ടോ PM കിസാന്റെ സപ്പോർട്ടോ, ഇവിടെ PM കിസാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പല സ്കീമുകൾ സപ്പോർട്ടോ ലഭിക്കുന്നില്ല. അഗ്രികൾച്ചർ ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ലാൻഡ് ഉള്ള ലേബേഴ്സ്, രണ്ടാമത്തത് ടെനൻസ് ആയിട്ടുള്ള ലേബേഴ്സ്, അതായത് പാട്ടത്തിന് എടുത്തവര്, മൂന്നാമത്തത് ലാൻഡ്ലെസ്. ഈ PM കിസാൻ സ്കീം എന്ന് പറയുമ്പോൾ ലാൻഡ് ഉള്ളവർക്ക് 6000 രൂപ, അതായത് 6000 രൂപ വെച്ച് ഒരു വർഷം 6000 രൂപ വെച്ച്, 6000 രൂപ എന്ന് പറയുമ്പോൾ 2000 ഇങ്ങനെ 3 മാസത്തേക്ക് 6000 രൂപ വെച്ച് ലാൻഡ് ഉള്ളവർക്കും ഉള്ള ഫാമേഴ്സിന് കൊടുക്കുന്ന സ്കീമാണ് PM കിസാൻ സ്കീം. പക്ഷെ ഈ സമയത്തും ലാൻഡ്ലെസ് ആയിട്ടുള്ള നമ്മുടെ അഗ്രികൾച്ചർ ലേബേഴ്സിന് അവർക്ക് സ്കീം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് ലഭിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ സൂയിസൈഡ് കൂടിക്കൊണ്ടിരിക്കും. അടുത്ത ന്യൂസിലേക്ക് വരാം. അടുത്ത ടോപ്പ് ഒഫീഷ്യൽ ലൈബിൾ ഫോർ സെയിൽ ഓഫ് ടോക്സിക് ക്രാക്കേഴ്സ്, സുപ്രീം കോർട്ട്. അപ്പം ഇവിടെ ജസ്റ്റ് നമ്മൾ മൊത്തം നോക്കേണ്ടത് ഗ്രീൻ ക്രാക്കേഴ്സ് എന്താന്ന് നോക്കണം, ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് നോക്കണം. അപ്പം പെസോ അല്ലെങ്കിൽ പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ, അവരാണ് ഓരോ ക്രാക്കേഴ്സിനും അപ്രൂവ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ പെസോ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ്, മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഇവരാണ് നമ്മുടെ ഗ്യാസസ്, പെട്രോളിയം, എക്സ്പ്ലോസീവ്സിന്റെ ഒക്കെ റെഗുലേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് പെസോ ആണ്. അപ്പം ഇനി CSIR പുതിയ 2 ടൈപ്പുള്ള ക്രാക്കേഴ്സ് ഉണ്ടാക്കുകയുണ്ടായി. ഒന്നാമത്തെ ക്രാക്കർ എന്ന് പറയുമ്പം നമ്മുടെ ബേരിയം നൈട്രേറ്റിന്റെ ലെവൽ കുറച്ചുകൊണ്ടുള്ള ക്രാക്കർ ഒന്നാമത്തത്. രണ്ടാമത്തേന്ന് പറയുമ്പം നമ്മുടെ ബേരിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് റീപ്ലേസ് ചെയ്തു. ഇപ്പൊ നിലവിൽ അപ്പം CSIR 2 ക്രാക്കേഴ്സ് ഉണ്ടാക്കി. അപ്പം ആ ക്രാക്കേഴ്സിന്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ സേഫ് വാട്ടർ റിലീസ് സ്വാസ്, സേഫ് തെർമൈറ്റ് ക്രാക്കർ സ്റ്റാർ, പിന്നെ സേഫ് മിനിമൽ അലുമിനിയം സഫല്. ഇതില് സ്വാസും സ്റ്റാറും നോക്കുവാണെങ്കിൽ അത് പൊട്ടാസ്യം നൈട്രേറ്റിന്റെയും സൾഫറിന്റെയും യൂസ് എലിമിനേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ സൾഫർ ഡയോക്സൈഡിന്റെയും നൈട്രജൻ ഓക്സൈഡിന്റെയും അളവ് കുറയ്ക്കുകയുണ്ടായി, 30% കുറച്ചു. പിന്നെ സേഫ് മിനിമൽ അലുമിനിയം എന്ന് പറയുമ്പോൾ നമ്മുടെ അലുമിനിയത്തിന്റെ അളവ് വളരെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത UIDAI seeks indemnity ഫ്രം ഡാറ്റാ ബിൽ. അപ്പൊ ഡാറ്റാ ബില്ലിനെ കുറിച്ച് നോക്കാം. ഡാറ്റാ ബില്ല് നമ്മുടെ BN ശ്രീകൃഷ്ണ കമ്മിറ്റിയുടെ കീഴിലാണ് ഡാറ്റാ ബില്ല് വന്നത്. അതിപ്പോ നിലവിൽ പാർലമെന്റിലെ ബില്ലായിട്ട് കിടക്കുന്നു, അത് പാസ്സാവാൻ നിൽക്കുന്നു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ UIDA പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോയിൽ നിന്ന് ചെറിയ എക്സംഷൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ UIDAI വരുന്നത് നമ്മുടെ ആധാർ ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ആധാർ ആക്ടിന്റെ കീഴിൽ അതിൻ്റെ ഡേറ്റാസ് കുറെ കാര്യങ്ങളും പ്രൈവസി ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ആധാർ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പേഴ്സണൽ ഡാറ്റ PDP വരുമ്പോൾ കുറച്ചും കൂടെ സ്ട്രിങ്ങൻ ആയിട്ടുള്ള ലോസ് വരും. അപ്പം രണ്ടും കൂടെ ഈക്വൽ ആയിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ PDP അല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് 2019 കീഴിൽ സെക്ഷൻ 35 അകത്തൊരു ക്ലോസ് വരുന്നുണ്ട്. ആ ക്ലോസിൽ സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് ഓർഡർ, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്, സെക്യൂരിറ്റി ഓഫ് ദി സ്റ്റേറ്റ്, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിന്റെ കീഴിൽ നമുക്ക് വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ചില പ്രൊവിഷൻസ് അല്ലെങ്കിൽ ചില ഗവൺമെന്റ് ഏജൻസീസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പൊ ഈ ഒരു എക്സംഷൻ ആണ് UIDAI സെൻട്രൽ ഗവൺമെന്റിനോട് ചോദിക്കുന്നത്. അപ്പം ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇന്ത്യ ഇസ്രായേൽ ടു ബൂസ്റ്റ് മിലിറ്ററി കോഓപ്പറേഷൻ, ഇന്ത്യ ഇസ്രായേലിന്റെ പുതിയ ടാസ്ക് ഫോഴ്സ് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുന്നു. മാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ്സ് എല്ലാം ഫോം ചെയ്യുന്നു. ഇത് നടക്കുന്നത് ടെൽ അവീവ് ആണ്. അപ്പൊ ആ ലൊക്കേഷൻ നമ്മൾ നോക്കിയിരിക്കണം, അതിന്റെ ബോർഡേഴ്സ് നോക്കിയിരിക്കണം. US ടു ഡീപ്പൻ റിലേഷൻ വിത്ത് തായ്വാൻ. അപ്പം നമുക്കറിയാം തായ്വാനെ ഒരിക്കലും ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല US, എങ്കിലും എന്നാൽ ചൈന തായ്വാനെ എന്നെങ്കിലും ചൈനയുടെ ഒരു ഭാഗമാണ് തായ്വാൻ എന്ന് പറയുകയാണ്. ചൈന എപ്പോഴെങ്കിലും എന്തെങ്കിലും തായ്വാൻ ചൈനയുടെ കൂടെ കൂടുമെന്ന് ചൈന വിശ്വസിക്കുന്നു. ചൈന ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി അത് കൺവേർട്ട് ചെയ്തേക്കാം. അപ്പൊ ഈ ഒരു സമയത്താണ് US-ന്റെ തായ്വാനായിട്ടുള്ള റിലേഷൻ ഡീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ നമുക്ക് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്.
അടുത്ത നമ്മുടെ എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ ഇൻ ഇന്ത്യ ദി സ്റ്റഡി സബ്വേർഷൻ ഓഫ് ഈക്വാലിറ്റി. അപ്പം ആ ഈ ആർട്ടിക്കിളിൽ ജസ്റ്റ് ക്രക്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ലോകം മൊത്തം പ്രശസ്തമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് വാല്യൂ ഇസ് ആൻ അലേ വിത്ത് വെസ്റ്റേൺ ആണ്. വെസ്റ്റിൽ നിന്നൊരു അലയാണ് ഇന്ത്യൻ ഡെമോക്രാറ്റിക് വാല്യൂ. ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താ നമ്മൾ അത് നോക്കണം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ആണ്. അതിന്റെ കോർ വരും, ഡെമോക്രസിയുടെ കോർ ആയിട്ട് വരുന്നത് ഈക്വാലിറ്റി ആണ്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ ഇറ്റ്സ് പീപ്പിൾ. ജനങ്ങൾക്ക് എല്ലാം ഈക്വൽ സ്റ്റാറ്റസ് ആണ്. അങ്ങനെ ആയിരുന്നു ഇന്ത്യ. എങ്കിലും ഇപ്പം ഇന്ത്യ ചെറുതായിട്ട് നമ്മുടെ ഡെമോക്രസിയുടെ കോർ വാല്യൂ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ കോർ വാല്യൂ അല്ല ഈക്വാലിറ്റിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ആ അകന്നു പോകാൻ കാരണം പല തരത്തിലുള്ള വിശ്വാസങ്ങൾ വരികയും അങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ പല ആളുകളും പല സ്ഥലത്തേക്കും പല അകന്നകന്നു പോകുന്നു, പല രീതിയിൽ അകന്നു പോകുന്നു. അതിന്റെ കുറെ കേസ് സ്റ്റഡീസും ബേസിക്സ് ആയിട്ടാണ് നമ്മുടെ ഈ എഡിറ്റോറിയൽ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് സിറ്റിസൺഷിപ്പ് അണ്ടർ ദി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. ഇപ്പോൾ സിറ്റിസൺഷിപ്സ് തമ്മിലാകലും, അതായത് നമുക്കറിയാം 3 രാജ്യത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 സ്ഥലത്തിൽ നിന്ന് നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലഭിക്കും. പെട്ടെന്ന് തന്നെ ചെറിയ പ്രോസസ്സ് കുറഞ്ഞ് പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടും. എന്നാൽ അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ ലഭിക്കത്തില്ല. അപ്പോൾ അതായത് വേണമെങ്കിൽ നോ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ റിലീജിയനെ നമ്മൾ സിറ്റിസൺഷിപ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആദ്യമേ ഒരു ബേസിക് ആയിട്ടുള്ള തിരിവ് വരാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ആ വിവാഹിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മാർഷൽ ചോയ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തിരിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇമാജിനറി ഫിയർ ആയിട്ടുള്ള ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും പിന്നീട് അങ്ങനെ അതിനുവേണ്ടി പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഇന്റർഫെയ്ത്ത് മാരേജ് ഒരു ക്രൈം ആയിട്ട് കാണിക്കുക പോലും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും. അതിന്റെ ഉദാഹരണമുള്ള കേസ് സ്റ്റഡി കൊടുത്തത് ഗുജറാത്തിലെ ലോ ഇന്റർഫെയ്ത്ത് മാരേജിനെ ക്രിമിനലൈസ് ചെയ്തിരുന്നു. അടുത്ത 2020 ഒരു ഓർഡിനൻസ് വഴി ഉത്തർപ്രദേശ് പ്രോഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ഓർഡിനൻസ്, അതിപ്പോ ലോ ആണ്. ഇപ്പോൾ രീതിയിൽ നമ്മൾ 63 FIR ഫയൽ ചെയ്യും, 80 ജനങ്ങളെ പീപ്പിൾസിനെ അറസ്റ്റ് ചെയ്യും, അങ്ങനെ 162 പേരെ ഇതിന്റെ കീഴിൽ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ മെജോറിറ്റി ഓഫ് ദം മുസ്ലിംസ് അല്ലെങ്കിൽ അത് പ്രത്യേക റിലീജിയൻ ബേസ് ചെയ്താണ് ഇവർ നോക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലും ഇങ്ങനൊരു നിയമം പാസ്സാക്കിയിരുന്നു. മൂന്നാമത്തെ കാര്യം നോക്കിയാൽ ഫുഡിന്റെ ബേസിൽ ക്രിമിനലൈസ് ചെയ്യുന്നു. അതായത് ഇന്ത്യയിൽ നോർത്ത് സൈഡിലേക്കും പോകുമ്പോൾ നമുക്കറിയാം ബീഫിനെ ദൈവമായിട്ട് കാണിക്കും, ബീഫിനെ നമുക്ക് അറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ മീൻസ് ബീഫിനെ കൊല്ലുന്നവർക്ക് അല്ലെങ്കിൽ അറക്കുന്നവർക്ക്, കാറ്റിലിനെ അറക്കുന്നവർക്ക് ഇവർക്കൊക്കെ പ്രത്യേക സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലോയും അവർക്കുള്ള പണിഷ്മെന്റും കൊടുക്കുന്നു. അങ്ങനെ ഫുഡിന്റെ കീഴിൽ പോലും നമ്മൾ ഇന്ത്യയിൽ ക്രിമിനലൈസ് ചെയ്യുന്നു. അടുത്ത നോക്കുകയാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട്, ഗുജറാത്തിലെ പുതിയ പാസ്സായ ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട്. അതായത് പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി, ചിലപ്പം ഒരു കമ്മ്യൂണിറ്റി മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആക്ട് ആയിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ കമ്മ്യൂണിറ്റി ബേസിൽ നമ്മൾ ഓരോ ലാൻഡിനെ തിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതും ഇന്ത്യക്ക് ഒരു കമ്മ്യൂണൽ റൈറ്റ്സിന് വളരെ പ്രശ്നമാണ്. അടുത്ത വരുമ്പോൾ ഒരു പ്രത്യേക മൈനോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി കമ്മ്യൂണിറ്റിനെ ഫോക്കസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ കാര്യങ്ങൾ ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ പറയുന്ന അനുസരിച്ച് മുസ്ലിം ബിസിനസ്സുകൾ അല്ലെങ്കിൽ അറ്റാക്ക് ഓൺ വെജിറ്റബിൾ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഓരോ പ്രത്യേക കടക്കാരെ ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ കൂടുതലും ഫോക്കസിൽ തന്നെ നോക്കിക്കാണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ ഡെമോക്രസിയുടെ മൂല്യം നമ്മൾ എന്നും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ഈ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകം വെച്ചാൽ ഒരു റിലീജിയനോ അല്ലെങ്കിൽ എത്നിസിറ്റിയോ ആണ് അവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഇന്ത്യയും അവരുമായിട്ട് നിലവിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പം നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ അവരോട് അടുത്ത് നിൽക്കുകയാണ് ഇന്ത്യ. അവിടെ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എടുത്ത് കാണേണ്ടതാണ്, സൊല്യൂഷൻസ് കണ്ടുപിടിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ കർണാടക ഗാംബ്ലിംഗ് ലോ ഹൈക്കോർട്ട് ചലഞ്ച്. ഇപ്പം ഗാംബ്ലിംഗ് ലോയെ കുറിച്ച് നോക്കുവാണെങ്കിൽ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ. അതായത് ഗെയിം ഓഫ് ചാൻസും ഗെയിം ഓഫ് ലക്കും. അത് ഗെയിം ഓഫ് സ്കില്ലും ഗെയിം ഓഫ് ലക്കും. അതിൽ ഗെയിം ഓഫ് സ്കില്ല് ലീഗലി അനുവദിച്ചേക്കുന്നതാണ്, സുപ്രീം കോടതി ബേസ് ചെയ്ത് ലീഗലി അനുവദിച്ചേക്കുന്നതാണ് ഗെയിം ഓഫ് സ്കില്ല്. പക്ഷെ ഗെയിം ഓഫ് ലക്ക് എന്ന് പറയുമ്പോൾ അത് ഇല്ലീഗലാണ്. ഇത് ലീഗലാണ്.
ഇത് ഇല്ലീഗലാണ്. ഗെയിം ഓഫ് ലക്ക്. ഇതിൽ ഗെയിം ഓഫ് സ്കില്ലിന്റെ കീഴിൽ വരുന്നതാണ് ഹോഴ്സ് റൈഡിങ്, അല്ലെങ്കിൽ ബെറ്റിംഗ്, ഓൺലൈൻ ബെറ്റിംഗ്, ഈ കാര്യങ്ങളൊക്കെ സ്കില്ലിന്റെ കീഴിൽ വരുന്നതാണ്. ലക്കിന്റെ കീഴിൽ വളരെ മറ്റു ഗാംബ്ലിംഗ്, മറ്റു സംഭവം നമ്മുടെ നോർമൽ ആയിട്ടുള്ള എല്ലാം വരുന്നത് ഗെയിം ഓഫ് ലക്കിന്റെ കീഴിലാണ്. ഇപ്പൊ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇനി ഇപ്പൊ കർണാടകയിലെ പുതിയ നിയമം പാസ്സാക്കി, മേക്കിംഗ് ഓൾ ഫോം ഓഫ് ഗാംബ്ലിംഗ് ഇൻക്ലൂഡിംഗ് ഓൺലൈൻ എ കോഗ്നിസബിൾ ആൻഡ് നോൺ ബെയിലബിൾ ഓഫൻസ്. കോഗ്നിസബിൾ ഓഫൻസ് എന്ന് പറഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ ജാമ്യം ലഭിക്കാത്ത ഒരു ഒഫൻസ് ആക്കി മാറ്റി. സിൻസ് ദി ന്യൂ ലോ കെയിം ഇൻ ടു എഫക്ട്, സെവറൽ ഓൺലൈൻ ഗെയിമിംഗ് ഫേം ഹൗ ജിയോ ലോക്ഡ് their app and site in the കർണാടക. അപ്പം പല ഓൺലൈൻ ഗെയിമിംഗ് നമുക്കറിയാം, ക്രിക്കറ്റും മറ്റു സാധനങ്ങളൊക്കെ ഓൺലൈനിലുണ്ട്, ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, ഡ്രീം 11 പോലത്തെ പല ഗെയിമുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ ലഭ്യമാക്കാത്ത അവർ ജിയോ ലോക്കിങ് ചെയ്തേക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നു. ഇത് കർണാടകയിലും മാത്രമല്ല, ഇതുപോലത്തെ ലോ തമിഴ്നാട്ടിലും കേരളയിലും തെലങ്കാനയിലും എല്ലാം പാസ്സാക്കുകയും പിന്നീട് അത് നിയമപരമായ ചലഞ്ച് അല്ലെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഗെയിമിംഗ് കമ്പനീസിലും ആർഗ്യൂ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഗെയിം ഓഫ് സ്കില്ലാണ്, അത് ഇന്ത്യയിൽ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഗെയിം ഓഫ് സ്കില്ലാണ് ഇത്, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞ് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ നിലവിൽ നമ്മുടെ കർണാടക ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റമ്മി ആൻഡ് ഹോഴ്സ് റൈമിംഗ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞനുസരിച്ച് ഗെയിം ഓഫ് സ്കില്ലിന്റെ കീഴിലാണ് വരുന്നത്. മാത്രമല്ല ഗെയിം ഓഫ് സ്റ്റാൻഡ്സ് ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിലിംസും മെയിൻസും നോക്കിയിരിക്കണം. താങ്ക് യു. ഇന്നത്തെ ഇത് അവസാനിക്കുകയാണ്. നാളെ നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു.